UAPA, PMLA എന്നീ കരിനിയമങ്ങൾ റദ്ദാക്കുമെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുമെന്നും CPIM പ്രകടന പത്രിക. കേന്ദ്ര നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നും പൗരന്മാർക്ക് മേലുള്ള ഡിജിറ്റൽ നിരീക്ഷണം അവസാനിപ്പിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കുമെന്നും പ്രകടന പത്രിക പറയുന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂരുണ്ട്. വിഷ്ണു തലവൂർ, പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നീലിമ, സർവ്വമേഖലയെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് CPIM ഇപ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. സാർവത്രിക പൊതു ആരോഗ്യ പരിരക്ഷ CPIMന്റെ പ്രകടന പത്രികയിൽ ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം പെട്രോളിയത്തിൻ്റെ തീരുവകൾ അടിയന്തരമായി കുറയ്ക്കും, വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുണ്ടാകും, സബ്സിഡിയോടുകൂടി ധാന്യ വിതരണം പുനഃസ്ഥാപിക്കും. ഈ പൊതു വിതരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുമ്പോൾ ഒരാൾക്ക് 10 കിലോ ധാന്യം നൽകുമെന്നതാണ് വാഗ്ദാനം. അതിൽ 5 കിലോ ധാന്യം സൗജന്യമായിട്ടും 5 കിലോ ധാന്യം സബ്സിഡി നിരക്കിലുമായിരിക്കും നൽകുക. ഭരണഘടനയെ സംരക്ഷിക്കും. ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രകടന പത്രികയിൽ പറയുന്നത് UAPA, PMLA പോലുള്ള കരിനിയമങ്ങൾ റദ്ദാക്കും, CAA പിൻവലിക്കും എന്നതടക്കം ഈ CPIMന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തും എന്നതാണ് മറ്റൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കും, ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നീതി വേഗത്തിലാക്കും, സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന മറ്റൊരു വാഗ്ദാനം കൂടിയുണ്ട്. അത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ, ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലും ചില വാഗ്ദാനങ്ങൾ CPIM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ പിരിച്ചെടുക്കുന്ന ടാക്സിൽ 50% സംസ്ഥാനങ്ങൾക്ക് തന്നെ തിരികെ നൽകുമെന്നും അതോടൊപ്പം തന്നെ ഗവർണർമാരുടെ നിയമനത്തിൽ ഒരു കാര്യം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തും ഗവർണർമാരെ നിയമിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന 3 പേരുടെ ഒരു വിദഗ്ധ സമിതിയായിരിക്കും ഗവർണർമാരായി തിരഞ്ഞെടുക്കപ്പെടേണ്ടവരുടെ പേരുകൾ രാഷ്ട്രപതിക്ക് നൽകുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം CPIM പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വാഗ്ദാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൗരന്മാർക്കുള്ള ഡിജിറ്റൽ നിരീക്ഷണം അവസാനിപ്പിക്കും, രാഷ്ട്രീയത്തെ മതത്തിൽ നിന്ന് മോചിപ്പിക്കും, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കോർപ്പറേറ്റ് സംഭാവന നിർത്തലാക്കും, ജാതി സർവേ നടപ്പാക്കും, വിദ്വേഷ പ്രസംഗത്തിനെതിരെ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാകും, താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം, തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ഇരട്ടിയാക്കും, 26,000 രൂപ അത് മിനിമം വേതനമായി നൽകും. അതോടൊപ്പം തന്നെ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്കും നിയമനിർമ്മാണം നടപ്പിലാക്കും. കുറഞ്ഞ വേതനം 26,000 രൂപയാക്കുന്നതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു ദിവസം 700 രൂപ മിനിമം വേതനം നൽകുമെന്നതാണ് മറ്റൊരു വാഗ്ദാനം CPIM പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സൗജന്യ ആരോഗ്യ പരിരക്ഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയിൽ സൗജന്യമാക്കുക. ഈ സൗജന്യമാക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ സ്വകാര്യ ഇൻഷുറൻസ് അവസാനിപ്പിക്കുമെന്നൊരു വാഗ്ദാനം കൂടി നൽകുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കും. ഇത്തരത്തിൽ നിരവധി പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ തന്നെയാണ് CPIMന്റെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്.